Hello everybody, it's me Dr. Bima from Dr. Bima Clinic for Child Development. ഈ ഒരു സിനാറിയോയിൽ മിക്ക പേരൻസും ടീച്ചേഴ്സും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഓരോ വർഷം തോറും വരുന്ന കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടി വരുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു 5 years ബാക്ക് കിൻഡർ ഗാർട്ടൻ പഠിച്ച കുട്ടികളെക്കാൾ നൗ ജനറേഷൻ ഇപ്പോഴത്തെ കിൻഡർ ഗാർട്ടനിലേക്ക് വരുന്ന കുട്ടികളെ ടീച്ചേഴ്സിന് മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് വരുന്നു. അതുപോലെ തന്നെ പേരൻസും ഗ്രാൻഡ് പേരൻസും പറയാണ്, പഴയ കുട്ടികളൊന്നും ഇത്തരം കുസൃതിയില്ല, അമിതമായിട്ടുള്ള കുസൃതി, വാശി അതെല്ലാം നല്ല കുറവായിരുന്നു ഡോക്ടർ. ഇപ്പം എന്താണ് ഇത്രയും കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്, ടാൻട്രംസ് ആണെങ്കിലും വളരെ കൂടി വരുന്നു, എന്താണ് ഇതിൻ്റെ കാരണം എന്നതാണ് ഇന്നത്തെ വിഷയം. According to scientific researchers, there is a snowball effect in hyperactivity among children. ജനറലി കുട്ടികളിൽ കാണുന്ന ഈ ഒരു അമിതമായിട്ടുള്ള കുസൃതിയും റെസ്റ്റ്ലെസ്നെസ്സും അതെല്ലാം ഹൈപ്പർ ആക്ടിവിറ്റിയും എല്ലാം ജെനറ്റിക് ആയിട്ട്, അതായത് ഫാമിലിയിൽ അല്ലെങ്കിൽ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ അങ്ങനെ ആ ഒരു ഫാമിലിയിൽ റൺ ചെയ്യുന്നതായിട്ടാണ് കൂടുതലും കാണപ്പെടുന്നത്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എല്ലാം ഈ ഇതിനെ ഒരു പ്രീഡിസ്പോസിങ് അഗ്രിവേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്. ബിക്കോസ് കുട്ടി ഏത് എൻവിറോൺമെന്റിലാണോ ഉള്ളത് ആ ഒരു എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ഇതിനെ അഗ്രിവേറ്റ് ചെയ്ത് കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റിയും റെസ്റ്റ്ലെസ്നെസ്സും ഈ ശ്രദ്ധയില്ലായ്മയൊക്കെ കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ എൻവിറോൺമെന്റൽ ഓർ എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് അഗ്രിവേറ്റ് ദീസ് സിംറ്റംസ് ഇൻ ചിൽഡ്രൻ, അതായത് ഹൈപ്പർ ആക്ടിവിറ്റി റെസ്റ്റ്ലെസ്നെസ് എല്ലാം കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പാരൻസ്. അതായത് ബോത്ത് പാരൻസും കുട്ടികളുടെ വർക്കിംഗ് ആയിരിക്കും, മേ ബി സ്പ്ലിറ്റ് ഡ്യൂട്ടീസ് ആയിരിക്കാം. സോ ദാറ്റ് ആ കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി ടൈം ഈ പാരൻസിന് സ്പെൻഡ് ചെയ്യാൻ കഴിയാതെയായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ കൂടുതലും സ്ക്രീൻ അഡിക്റ്റോ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് അഡിക്റ്റ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ ഇതിനകത്ത് കാണുന്ന വീഡിയോസ് മേ ബി ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർ ഹീറോസ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കാം. അതിനോടൊരു പ്രത്യേക ഒബ്സഷൻ വന്നിട്ട് അതിനോട് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, അതിനോടുള്ള ഒരു ഒബ്സസീവ് ബിഹേവിയർ കുട്ടികൾക്ക് വരികയും കുട്ടികൾക്ക് വേറെ ഒരു കാര്യം, അതായത് റിയൽ വേൾഡിലുള്ള കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് വരികയും കാണപ്പെടാറുണ്ട്. സെക്കൻഡ് വൺ ഈസ് യൂസ് ഓഫ് ജങ്ക് ഫുഡ്, അതായത് എക്സസീവ് യൂസ് ഓഫ് ജങ്ക് ഫുഡ്, അതുപോലെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, ഹൈ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ക്യാൻഡീസ്, ജ്യൂസസ്, ചോക്ലേറ്റ്സ്, ഇതെല്ലാം കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്, ആക്സസിബിൾ ആണ്. കുട്ടികൾ അത് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. ബേക്ക്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കട്ടെ, ഈ മൈദ ചേർത്തിട്ടുള്ള പ്രൊഡക്ട്സ്, പേസ്ട്രീസ്, ഇതെല്ലാം കൂടുതലായിട്ട് കുട്ടികൾ, പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഇതെല്ലാം കുട്ടികളുടെ ഒരു ഡയറ്റിലും അതിൻ്റെ ന്യൂട്രീഷനിലും ഒരു വേരിയൻ്റ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഇത് ഓൾസോ ഇൻ ടേൺ റിസൾട്ട് ഇൻ ദിസ് ഹൈപ്പർ ആക്ടിവിറ്റി. ലാസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്. അതായത് കുട്ടികൾ ഒരു 20 years ബാക്കുള്ള ജനറേഷനിലെ കുട്ടികൾ അവരെ കളിച്ചാണ് വളർന്നുകൊണ്ടിരുന്നത്. ഒരു ഫങ്ഷണൽ പ്ലേ ഉണ്ടായിരുന്നു, ഹൈഡ് ആൻഡ് സീക്ക് ആയിക്കോട്ടെ, ത്രോയിങ് ബോൾ, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കുക, അങ്ങനെ പല പല ആക്ടിവിറ്റീസിൽ, ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ അവർ എൻഗേജ്ഡ് ആയിരുന്നു. സോ ദാറ്റ് ദേ ബിൽഡ് എ ഗുഡ് റിലേഷൻഷിപ്പ് എമംഗ് ദെയർ പിയേഴ്സ്. അതുപോലെ ഫാമിലി ആയിട്ടും ഒരു കൈൻഡായി അല്ലെ എമ്പതി ആയിട്ട് അങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലി ആൻഡ് അതെല്ലാം ഈ കുട്ടികളുടെ ഒരു ഡെവലപ്മെൻറ്റിനെ വളരെ പോസിറ്റീവായിട്ട്, ഈ ഒരു എക്സസൈസ് ഒക്കെ കോഗ്നേറ്റീവ്ലി കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാനും മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ബട്ട് നൗ ദ സിനാരിയോ ചേഞ്ചസ്. അതും lack of physical and outdoor activities and games which peer group ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതും നമ്മുടെ ഈ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി, ബിക്കോസ് കുട്ടികളുടെ ഒരു എക്സസ് എനർജി ഡ്രെയിൻ ഔട്ടായിട്ട് പോകുന്നില്ല. അതും കുട്ടികൾക്ക് ശ്രദ്ധ കുറയാനും ആ ഒരു കോർഡിനേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ നിൽക്കാനും ഒരു ടീമിൽ മെമ്പർ ആവാനും എല്ലാത്തിനും പിന്നെയും അവർ താഴേക്ക് പോകും. ബിക്കോസ് ദേ ഓൾവേസ് ലൈക്ക് ടു ബി ലോൺലി ആൻഡ് ഇൻ ടു ദി സ്ക്രീൻ. സോ ഇതെല്ലാം ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടാൻ ചാൻസസ് വളരെ കൂടുതലാണ്. താങ്ക് യു.